മണലൂർ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VA ഫിറോസ്. TN പ്രതാപൻ പകൽ കോൺഗ്രസും രാത്രി BJPയുമാണെന്നും ഫിറോസ് വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ആളാണ് പ്രതാപൻ. പ്രതാപന്റെ മകന്റെ കാറിൽ കൊണ്ടുവന്ന 8 കോടി രൂപ മണലൂർ നാട്ടിക മണ്ഡലങ്ങളിൽ വിതരണം ചെയ്തു. കയ്പമംഗലം നാട്ടിക എന്നിവിടങ്ങളിലെ കോൺഗ്രസ് നേതാക്കളാണ് പണം വിതരണം ചെയ്തത്. പ്രതാപനെ മന്ത്രിയാക്കാം എന്ന് KC വേണുഗോപാൽ പറഞ്ഞത് പ്രതാപന്റെ ഭീഷണിയെ തുടർന്നാണ്. KC വേണുഗോപാലിന്റെ കുൽസിത വീഡിയോ വെച്ച് പ്രതാപൻ വേണുഗോപാലിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. KC വേണുഗോപാൽ ചില കാര്യങ്ങളിൽ മോശമാണ്. വീഡിയോ പുറത്തുവന്നാൽ വേണുഗോപാലിന് ആത്മഹത്യ ചെയ്യേണ്ടി വരും. പ്രതാപന്റെ ബ്ലാക്ക്മെയിലിനെ തുടർന്നാണ് മണലൂരിൽ സീറ്റ് ലഭിച്ചത്. നാട്ടികയിലെ കോൺഗ്രസ് നേതാവ് CM നൌഷാദ് പ്രതാപന്റെ ബിനാമിയാണ്. തൃപ്രയാറിൽ പ്രതാപന് ഹോട്ടലും വയനാട് റിസോർട്ടുകളുമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ബിനാമി സ്വത്ത് പ്രതാപനുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും ബിസിനസ്സുകളുണ്ട്. ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി CH റഷീദിനെ തോൽപ്പിക്കാനും BJP സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണനെ വിജയിപ്പിക്കാനും പ്രതാപൻ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പകരം മണലൂരിൽ തന്നെ ജയിപ്പിക്കാൻ സഹായം അഭ്യർത്ഥിക്കുകയാണുണ്ടായത്. കോടി രൂപയുടെ ആസ്തികൾ TM പ്രതാപൻ, ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ ഗോപാലകൃഷ്ണനായിട്ട് TM പ്രതാപൻ അനിയമ്പാവ് ചേട്ടൻ പാവേ, മനസ്സിലായ? അനീഷിനത്തിൽ പങ്കില്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, അനീഷിനത്തിൽ പങ്കില്ല. പക്ഷേ TM പ്രതാപൻ ജയിക്കണമെന്ന ആഗ്രഹം ആർക്കുണ്ട്? ഗോപാലകൃഷ്ണൻ. അതിന് ഗുരുവായൂരിൽ തിരിച്ച് സഹായം ചെയ്യാതെ പ്രതാപൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഡീൽ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഗുരുവായൂരില് റഷീദിനെ തോൽപ്പിച്ച് അവിടെ ഒരു BJPയുടെ MLA ഞാൻ നിനക്ക് തരാമെന്ന് TM പ്രതാപൻ ഉറപ്പുണ്ടായിട്ട് ഗോപാലകൃഷ്ണൻ പകരമായിട്ട് എന്താണെന്നറിയാം, മണലൂര് TM പ്രതാപനെ ഗോപാലകൃഷ്ണൻ ഈ സാധനം ഗോപാലകൃഷ്ണനാണ് ഒറ്റ കൊടുത്തുള്ളത്. ആർക്ക്? TM പ്രതാപൻ. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അറിഞ്ഞു ഇങ്ങനെ നടക്കണമെന്നുള്ളത്. അതിലേക്ക് പ്രതാപൻ ഇടിച്ചു കയറുന്നു, പോലീസിന് കേസെടുക്കാൻ പറയുന്നു, ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. മുൻകൂട്ടി പ്രതാപൻ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പ്രതാപൻ കൃത്യമായിട്ട് അറിയേണ്ടതാണ്. അദ്ദേഹത്തെ പോലെ ഇത്ര വലിയ ഫ്രോഡ് ജീവിതത്തില് സത്യം, നീതി, ധർമ്മം എന്ന് പറയുന്നത് ആളെ മനസ്സിന് ശരീരത്തിന് ഒരു ഇഞ്ചിന്റെ മാത്രം പോലും കഴിക്കില്ല. അത്ര മഹാമോശനായിരുന്നു. അയാൾക്ക് ഒറ്റ ചിന്തയുള്ളൂ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കള്, എനിക്ക് കാശുണ്ടാക്കണം, അതിനായ എവിടം വരെ അധികാരങ്ങളുടെ അവിടെ വരും. കേസിനെ പോലും പേടിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ TM പ്രതാപൻ ഇത്രയ്ക്കുള്ളൂ. ആരാണ് നിങ്ങളൊക്കെ അറിയാം? ഇയാളെ ഭയപ്പെടണം. ഇയാളുടെ കയ്യിൽ കേസിക്കെതിരെ മാത്രമാണ്, കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പല സാധനങ്ങളും ഇയാളുടെ കയ്യിലുണ്ട്. തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നതാണ് പ്രതാപന്റെ തോൽവി. K മുരളീധരനെ തൃശൂരിൽ പ്രതാപൻ തോൽപ്പിക്കാൻ കാരണം തൃശൂർ കോൺഗ്രസിന്റെ നിയന്ത്രണം മുരളീധരനിൽ വരും എന്ന കാരണത്താലാണ്. K മുരളീധരൻ തോറ്റപ്പോൾ KPCC നടത്തിയ അന്വേഷണത്തിൽ പ്രതാപൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. കോടികൾ വിതരണം ചെയ്തതിന്റെ തെളിവ് സഹിതം ഉണ്ടായിരുന്നു. എന്നാൽ നടപടിയെടുക്കേണ്ട AICC സെക്രട്ടറി KC വേണുഗോപാലിനെ പ്രതാപൻ ഭീഷണിപ്പെടുത്തി നടപടി വേണ്ടെന്ന് വെപ്പിക്കുകയായിരുന്നുവെന്നും VA ഫിറോസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. TN പ്രതാപനെ പോലെ ഒരു ഫ്രോഡ് അവിടെ ജയിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവിടെ ജയിക്കാൻ സാധ്യത രവീന്ദ്രമാഷാണ്, ഒരു തർക്കക്കാരി വേണ്ട. പ്രൊഫസർ രവീന്ദ്രമാഷും TM പ്രതാപനും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞാൻ പറയില്ലേ, കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി, സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് നിയോജകത്തിൽ മാത്രം 8 കോടി രൂപ TM പ്രതാപന്റെ കൈകളിലൂടെ വന്ന് അത് വിതരണം ചെയ്തവനാണ് TM പ്രതാപൻ. കോൺഗ്രസിനെ മുരളീധരൻ തോൽപ്പിച്ച് മൂലയിലാണ്. ഇനി ഞാൻ നിങ്ങളോട് വേറെ കാര്യം സൂചിപ്പിക്കണം. ഈ മുരളീധരൻ തോൽപ്പിക്കുന്ന പ്രതാപന്റെ താല്പര്യം എന്തായിരുന്നു നിങ്ങൾക്കറിയാം? സുരേഷ് ഗോപിയുടെ താല്പര്യം എന്തായിരുന്നു? മുരളീധരൻ തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് MP ആയി കഴിഞ്ഞാൽ തൃശൂരിലെ കോൺഗ്രസ് മുരളീധരൻ പിടിക്കാതെ TM പ്രതാപൻ അറിയാം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ TM പ്രതാപന്റെ കാര്യം അവതാളത്തിലാവും. ആ ഒറ്റ കാരണം കൊണ്ടാണ് പ്രതാപനും ഈ ഇടപാട് നടത്തി അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നത്. അതെന്താ